കുഞ്ഞുങ്ങളെ മോഷ്ടിക്കാനായി വന്നു. മക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴേക്കും അയാൾ എന്റെ മോനെ കൊണ്ടുപോയിരുന്നു. വിവാഹ ദിവസം സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ എങ്ങനെയുണ്ടാവും? നിങ്ങൾ 4 മാസം ഗർഭിണിയാണ്. ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് കോൺസ്റ്റബിൾ അഞ്ജനയായിരുന്നു. അവൾ തന്റെ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് പേടിയോടെ നോക്കി. ഇതേ സമയം മായ ഒരു ടാക്സിയിൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു. കാറിൽ സഞ്ചരിച്ചിരുന്ന മായയുടെ മനസ്സിൽ പോലീസ് ഓഫീസർ പങ്കജിന്റെ വാക്കുകളായിരുന്നു. നോക്കുമായ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കിഡ്നാപ്പിംഗ് കേസുകളിലും നേരിട്ടോ അല്ലാതെയോ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് പങ്കുള്ളതായി ഞങ്ങൾക്ക് പോലും സംശയമുണ്ട്. മൃദുല മായയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചിറക്കി വിട്ടത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. മായ തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. യെസ്, ഞാൻ റെഡിയാണ്. അതിനുശേഷം അവൾ തന്റെ ഫോണിലേക്ക് നോക്കിയിരുന്നു. ഈ സമയം കൊണ്ട് കാർ നേരെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി. അസമയത്ത് ആ ഇടിവെട്ടിലും കോരിച്ചൊരിയുന്ന മഴയിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സ്ത്രീയെ കോൺസ്റ്റബിൾ അഞ്ജന അതിശയത്തോടെ നോക്കി. പോലീസ് ഓഫീസറിന്റെ ക്യാബിനിൽ എത്തിയപ്പോഴേക്കും മായ ടേബിളിന് മറുവശത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചു. ഓഫീസർ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു. മായ കണ്ണു തുറന്ന് ഒരു നെടുവീർപ്പോടെ തന്റെ കഥ പറയാൻ ആരംഭിച്ചു. എന്റെ 7ാമത്തെ വയസ്സിലാണ് അമ്മ മയൂരി മരിച്ചത്. അധിക നാൾ കഴിയും മുൻപ് അച്ഛൻ മാലിന്യന്റെ വിവാഹം കഴിച്ചു. അതിനയാൾ എല്ലാവരോടും പറഞ്ഞ കാരണം മായയ്ക്കൊരമ്മ വേണമെന്നായിരുന്നു. ആദ്യകാലങ്ങളിൽ എന്റെ അമ്മയായി മാലിനി നന്നായി അഭിനയിച്ചിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവരൊരു രണ്ടാനമ്മയെ പോലെ വീടിന്റെ ഭരണം ഏറ്റെടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. അച്ഛനും അമ്മയ്ക്ക് മറ്റൊരു കുഞ്ഞുണ്ടായി, എന്റെ സഹോദരി മൃദുല. ഞാൻ മൃദുലയേക്കാൾ സുന്ദരിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉപദ്രവിക്കാറ്. അങ്ങനെ എനിക്ക് 18 വയസ്സായി. പെട്ടെന്നാണ് ഞാൻ എൻ്റെ ശരീരത്തിലുണ്ടായ പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിച്ചത്. ഞാൻ നന്നായി തടി വെച്ചു. ശരീരവും മുഖവും ആകെ വൃത്തിയില്ലാതെയായി. എനിക്ക് വലിയ തോതിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായതായിരുന്നു കാരണം. എൻ്റെ ഭാരം ഒരു 80-90 കിലോ വരെ കൂടി. പിന്നീടാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. മാലിന്യാന്റിയായിരുന്നു എല്ലാത്തിനും കാരണം. എനിക്ക് തരുന്ന ഭക്ഷണത്തിലും ജ്യൂസിലും ഒക്കെ അവർ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന മരുന്നുകൾ ചേർത്തിരുന്നു. കോളേജിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും എൻ്റെ ശരീരം കണ്ട് കളിയാക്കും. ബോയ്സ് ഒന്നും എന്നോട് മിണ്ടാൻ പോലും തയ്യാറാകുമായിരുന്നില്ല. എനിക്കൊരു പ്രേമമോ ബോയ് ഫ്രണ്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ച് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. എനിക്ക് ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് അച്ഛൻ അയാളുടെ ഫോട്ടോ എന്നെ കാണിച്ചത്. അതായിരുന്നു അജയ് മേനോൻ, കാരാട്ട് വിശ്വനാഥ മേനോന്റെ മകൻ. അവരിങ്ങോട്ട് കൊണ്ടുവന്ന പ്രപ്പോസലാണെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് ഇതോടെ എൻ്റെ ജീവിതത്തിലെ നല്ല കാലം തുടങ്ങാൻ പോവുകയാണെന്നാണ്. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ദിവസം വന്നെത്തി. ഒരുപാട് പ്രതീക്ഷകളോടെ കതിർ മണ്ഡപത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. എന്നാൽ അന്നത്തെ ആ സംഭവം എൻ്റെ ജീവിതം വേരോടെ തന്നെ തകർത്തെറിഞ്ഞു. ലോകത്ത് ഒരു പെണ്ണിനും സഹിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത ആ കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു. എന്തായിരുന്നു ആ ദിവസം മായയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിധം വയറുവേദനയും വോമിറ്റിങ്ങും ഉണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ട് ഞാനും അച്ഛനും ഒരേ സമയം ഞെട്ടി. നിങ്ങൾ 4 മാസം ഗർഭിണിയാണ്. പിന്നെ ഈ അവസ്ഥയിൽ അബോർഷൻ ഒരിക്കലും പോസിബിൾ അല്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അച്ഛനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ എങ്ങനെ പ്രഗ്നന്റ് ആകാനാണ്? അതോ 4 മാസം? എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുമില്ല. അച്ഛനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു കയറ്റിയോ എന്ന് വരെ എൻ്റെ അച്ഛൻ സംശയിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഞാൻ പ്രസവിച്ചു. പൂ പോലെയുള്ള 2 ഓമന കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം നൽകി. ഒന്നൊരു ആൺകുട്ടിയും മറ്റൊരാൾ പെണ്ണുമായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ വിഷമങ്ങളെല്ലാം പോയി. എന്നാൽ അന്ന് രാത്രി മറ്റൊരു സംഭവം ഉണ്ടായി. രാത്രിയിൽ മുഖം മൂടി അണിഞ്ഞ ഒരു മനുഷ്യൻ എൻ്റെ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കാനായി വന്നു. മക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴേക്കും അയാൾ എൻ്റെ മോനെ കൊണ്ടുപോയിരുന്നു. എനിക്കെൻ്റെ മോനെ മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ. ഏതൊരമ്മയ്ക്കും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ രാത്രി. പിന്നീട്
പലതും സംഭവിച്ചു. വീട്ടിലുള്ള കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും സഹിക്കാൻ വയ്യാതെ ലണ്ടനിലുള്ള ചിറ്റയുടെ വീട്ടിലേക്ക് ഞാനും മോളും താമസം മാറി. ആരും തന്നെ ഞാൻ എവിടെ പോകുന്നെന്ന് അന്വേഷിച്ചില്ല. ഞങ്ങളുടെ പുതിയൊരു ജീവിതം ലണ്ടനിൽ ആരംഭിച്ചു. എല്ലാ ദിവസവുമുള്ള കഠിനമായ ഹാർഡ് വർക്കും ഡയറ്റും കൊണ്ട് ഞാൻ എൻ്റെ ഭാരം കുറച്ചു. ഏകദേശം 6 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ പഴയ ചിമായി അല്ല, ഞാൻ സ്ലിം ബ്യൂട്ടിയായി. മാത്രമല്ല, ഇന്ന് ഞാൻ ലോകമെമ്പാടും അറിയപ്പെടുന്ന ന്യൂറോ സർജൻ ഡോക്ടർ മായ മയൂരിയാണ്. ഒരു മനുഷ്യന് പോലും ഇന്ന് എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല. എൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി. ആ പഴയ മായയെ ഇന്ന് ആർക്കും അറിയില്ല. പക്ഷേ മായ മയൂരി എന്ന സുന്ദരിയായ ഡോക്ടർ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. പണ്ടത്തെ മായയിൽ നിന്ന് അവൾക്ക് ഒരുപാട് മാറ്റം വന്നു, സ്വഭാവത്തിലും ശരീരത്തിലും. ഒരു ദിവസം രാത്രി ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ്റെ ഒരു കോൾ വന്നു. അറ്റൻഡ് ചെയ്യാൻ ആദ്യം ഞാനൊന്ന് മടിച്ചെങ്കിലും ഞാൻ ആ കോൾ എടുത്തു. ഹലോ മായമോളെ, അച്ഛനാണ്. അത് മോളെ മൃദുവിന് കല്യാണപ്രായമായി. അപ്പോ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. പിന്നെ മോളുടെയും ശരിയാക്കണ്ടേ. മോളൊന്ന് നാട്ടിലേക്ക് വരുമോ? പിന്നെ നിന്നെ പിക്ക് ചെയ്യാൻ അജയ് എയർപോർട്ടിലുണ്ടാകും. എല്ലാം കേട്ട് മായ ഒന്ന് ദീർഘശ്വാസം എടുത്തു. ശേഖരൻ ആദ്യം മൃദുലയുടെ കാര്യം പറഞ്ഞൊരു മുഖവുരയിട്ടതാണെന്ന് മായയ്ക്ക് മനസ്സിലായി. അജയന്റെ കാര്യം പറയാനുള്ളൊരു മുന്നൊരുക്കം അത്ര തന്നെ. വർഷം ഇത്രയായില്ലേ, എത്രയും പെട്ടെന്ന് ഇതിനൊരു നീക്കുപോക്കുണ്ടാക്കിയേ പറ്റൂ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അവൾക്ക് അറിയേണ്ടതുണ്ട്. മായയ്ക്ക് ഇപ്പോഴും അറിയാത്ത കാര്യമാണ് തന്റെ കുട്ടികളുടെ അച്ഛനാരാ എന്നത്. ജീവിതത്തിൽ കുറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തതാണവൾ. ഇനിയും ഏറെയുണ്ട് അവളുടെ മുൻപിൽ. അതിൽ പ്രധാനം നഷ്ടപ്പെട്ട തന്റെ മകനെ കണ്ടെത്തണം. പിന്നെ ഒരിക്കലെങ്കിലും അറിയണം താൻ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്ന്. എന്താണ് തനിക്ക് സംഭവിച്ചത്? തനിക്ക് ഗർഭം സമ്മാനിച്ച ആളെയും കണ്ടെത്തണം. അയാളുടെ മുൻപിൽ ചെന്ന് നിന്ന് എന്തിന് തന്നോടിത് ചെയ്തതെന്ന് ചോദിക്കണം. എന്നിട്ട് അയാൾ എന്ത് നേടിയെന്ന്, എന്തുകൊണ്ട് തന്നെ അയാൾ അന്വേഷിച്ച് വന്നില്ല എന്നും ചോദിക്കണം. മോൾക്കാണെങ്കിൽ നാളെ കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങും. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ എന്തായാലും പറ്റും. ഇന്ന് തന്നെ ലീവും വിളിച്ചു പറയാം. ഇന്നാണ് മായയും മോളും നാട്ടിലേക്ക് പോകുന്നത്. അതെ, മായ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ നാട്ടിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. എയർപോർട്ടിന്റെ എൻട്രൻസ് എത്താറായപ്പോഴാണ് മായ അവിടെ ഒരു പരിചിത മുഖം കാണുന്നത്. അയാളെ അവൾ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് മറ്റാരുമല്ല, മായയുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവ് അജയ് മേനോൻ. എന്റെ അമ്മോ, ഏതാ ഈ ക്യൂട്ടി? ഇവിടെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടാൽ അവൻ അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുകയാണെന്ന് ആർക്കും മനസ്സിലാവും. ഹായ് സുന്ദരി, ഞാൻ അജയ് മേനോൻ. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണോ? മായ കൂളായി മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. തന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊരു ടാക്സിക്ക് കൈ കാണിച്ച് മോളെ ടാക്സിയിലിരുത്തി. അപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ മായ മൈൻഡാക്കാതെ മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കൈവച്ച് തടഞ്ഞു. ഞാനിവിടെ വേറൊരാളെ നോക്കി വന്നതാ. എന്തായാലും ഈ നാട്ടിൽ ഞാൻ ഉണ്ടാകും. കാരാട്ട് അജയ് മേനോടെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. പ്ലീസ് കോണ്ടാക്ട് മീ ബ്യൂട്ടിഫുൾ. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ മായ മോളെയും കൊണ്ട് ടാക്സിയിൽ കയറി പോയിരുന്നു. അധികം വൈകാതെ തന്നെ അവരുടെ ടാക്സി അവൾ ബുക്ക് ചെയ്ത സഫൈർ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഇപ്പോഴും കാര്യം മനസ്സിലാവാതെ അജയ് തടിയുള്ള മായയും കാത്ത് എയർപോർട്ടിൽ നിന്നു. ഇതേ സമയം മായ മോളെ ഹോട്ടലിൽ ഇരുത്തിയിട്ട് തന്റെ വീട്ടിലേക്ക് ഒരു ടാക്സിയിൽ പോയി. അധികം വൈകാതെ തന്നെ അവൾ വീട്ടിലെത്തിച്ചേർന്നു. മായയെ കണ്ടയുടൻ ശേഖരൻ സന്തോഷത്തോടെ വന്ന് ആദ്യം അന്വേഷിച്ചത് അജയിനെ കണ്ടിരുന്നു എന്നാണ്. മായമോൾ വന്നോ? എവിടെ അജയ്? എവിടെ? നിന്നെ പിക്ക് ചെയ്യാൻ അവൻ അവിടെ വന്നിരുന്നല്ലോ. ഞാൻ ആരെയും കണ്ടില്ല, കാണേണ്ട ആവശ്യവും ഇല്ല. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാ നീ ജീവിച്ചോളൂ. വെറുതെ ആ മോനെ കൂടി ബലിയാടാക്കണ്ട. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്നും
നിനക്ക് മറ്റൊരാളിൽ ജനിച്ച കുട്ടിയുണ്ടെന്നും പറഞ്ഞ് അജയ് ഡിവോഴ്സ് ഫയൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരുന്നു. പക്ഷേ നിന്റെ ഒരു സൈൻ കൂടി വേണം. അത് കിട്ടിയാൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ തീർന്നു. മായ ഉടനെ തന്നെ ആ പേപ്പർ വാങ്ങി സൈൻ ചെയ്തു കൊടുത്തു. ഇനി എന്താണെന്ന ഭാവത്തിൽ അവൾ ശേഖരനെ നോക്കി. ഞങ്ങൾക്ക് മോളുടെ ഒരു സഹായം കൂടി വേണം. അപ്പോൾ നിന്റെ അമ്മയുടെ ആ സ്ഥലവും അതിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനിയും അതിപ്പോ നിന്റെ പേരിലല്ലേ? അത് വെറുതെ കിടന്നിട്ട് ആർക്കാണ് പ്രയോജനം? അജയ് മൃദുവിനെ കല്യാണം കഴിക്കാൻ പോവാ. അജയുടെ മുത്തച്ഛൻ പറഞ്ഞത് വേറൊന്നും വേണ്ട എന്നാണ്. പിന്നെ ആ കമ്പനി നമ്മൾ നേരത്തെ കൊടുക്കാമെന്ന് തീരുമാനിച്ചതാണല്ലോ. ശേഖറിന് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപേ തന്നെ മായ ശേഖറിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വലിച്ചെറിഞ്ഞു. ഓഹോ, അപ്പൊ ഇതിനായിരുന്നോ നിങ്ങൾ എന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ചു വരുത്തിയത്? ആ സ്ഥലവും കമ്പനിയും കൊന്നാലും ഞാൻ ആർക്കും തരില്ല. അതെനിക്ക് എന്റെ അമ്മ തന്നിട്ട് പോയ സമ്മാനമാണ്. മായ എല്ലാവരെയും കോപത്തിൽ നോക്കിക്കൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. അവളുടെ ശബ്ദത്തിനപ്പോൾ വല്ലാത്ത കനമുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. നിന്റെ കുട്ടിയുടെ അച്ഛൻ ആരെന്ന് ഇപ്പോഴെങ്കിലും നിനക്കറിയാമോ? ആ ചോദ്യം വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. വണ്ടിയിലിരിക്കുമ്പോഴെല്ലാം അവൾ തന്റെ മകനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ചിന്തിച്ചിരുന്നത്. എന്റെ മോനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ലല്ലോ ദൈവമേ. മോനെ കണ്ടെത്തിയിരിക്കണം. മായ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു. ടാക്സി ഹോട്ടലിൽ എത്തിയതും ടാക്സിക്കാരന് പൈസ കൊടുത്ത് മായ ഹോട്ടലിനുള്ളിലേക്ക് ചെന്നു. തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് അവൾ തന്റെ ക്ലാസ്മേറ്റ് പങ്കജിനെ കുറിച്ച് ഓർത്തത്. പങ്കജ് ഇന്ന് സിറ്റിയിലെ ഫേമസ് പോലീസ് ഓഫീസറാണ്. മായ ഉടനെ തന്നെ പങ്കജിന്റെ നമ്പർ ഡയൽ ചെയ്തു. പങ്കജ്, എടോ, എന്റെ മോനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറയാമോ പ്ലീസ്? അയാളോട് തന്റെ കുഞ്ഞിനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഹോസ്പിറ്റലിൽ നിന്നും തട്ടിക്കൊണ്ട് പോയിരുന്നെന്നും കൂടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും അഭ്യർത്ഥിച്ചു. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. പങ്കജ് എല്ലാം കേട്ടെങ്കിലും അവന് മായയെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. മായ, നീ പറയുന്നതല്ല എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിപ്പോ എത്ര വർഷം മുൻപ് നടന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? മായയ്ക്ക് തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന പോലെ തോന്നി. ഇനി ഈ കാര്യത്തിൽ തന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് പങ്കജ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തത്. നോക്കു മായ, എൻ്റെ പ്രൊഫഷൻ മാറ്റി വെച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കിഡ്നാപ്പിംഗ് കേസുകളിലും നേരിട്ടോ അല്ലാതെയോ കാരാട്ടുകാർക്ക് പങ്കുള്ളതായി ഞങ്ങൾക്ക് പോലും സംശയമുണ്ട്. സോ ബെറ്റർ താൻ തന്നെ അജയ് മേനോനെ പിടിക്കാം. മായയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. പക്ഷെ എങ്ങനെയാണ് അജയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല. ആലോചനയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഹോട്ടൽ ലോബിയിൽ എത്തിയപ്പോൾ അതാ അവിടെ ഇരിക്കുന്നു അജയ്. അജയ് താഴെ ഹോട്ടൽ ലോഞ്ചിൽ മായയെ കാത്തിരിക്കുകയായിരുന്നു. അവൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കില്ല. അത് കാരണം അവളുടെ റൂം അവന് അറിയാനായില്ല. അജയ് കുറെ നേരമായി അവളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തിനെങ്കിലും അവൾ താഴെ വരുമെന്ന് അവൻ കരുതി. ലിഫ്റ്റ് ഇറങ്ങി വരുന്ന മായയെ കണ്ടതും അവന്റെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ തെളിഞ്ഞു. ഹായ്, ഇവിടെയാണോ താമസിക്കുന്നത്? ഞാനിവിടെ വേറൊരാളെ കാണുന്നതാ. ഇത് വലിയ സർപ്രൈസ് ആയല്ലോ. എന്നാൽ അവനെ കണ്ടതും മായ അവനെ ഗൗനിക്കാതെ നടന്നു. പെട്ടെന്ന് അജയ് അവളുടെ നേരെ
തന്റെ കയ്യിലുള്ള ബൊക്ക നീട്ടി. അവൾ ഒന്ന് ചിന്തിച്ചപ്പോൾ പങ്കജ് പറഞ്ഞ കാര്യം ഓർത്തു. അവനുമായി എങ്ങനെയെങ്കിലും അടുക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി. മായ പെട്ടെന്ന് തന്നെ അവനെ നോക്കി ഒന്ന് വശ്യമായി പുഞ്ചിരിച്ചു. അല്ല, താനിപ്പോ ഫ്രീ ആണോ? ഒരു കോഫി കുടിക്കാൻ പോയാലോ? ഇവിടെ നല്ലൊരു ഷോപ്പുണ്ട്. അജയ് അവളെ നോക്കി ചോദിച്ചു. പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണെങ്കിലും അജയ് തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കാരണം അവൻ ഇപ്പോഴും തന്നെ മനസ്സിലായില്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവന്റെ കൂടെ പോയി എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. മായ ഓക്കെ പറഞ്ഞപ്പോഴും അജയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓ താങ്ക് ഗോഡ്, ഞാൻ മായ ഫ്രീ ആവണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. മായയും അജയും കോഫി ഷോപ്പിൽ എത്തിയിരുന്നു. അപ്പോഴും മായയുടെ മനസ്സിലുണ്ടായിരുന്നത് അജയെ കൊണ്ട് എങ്ങനെ തന്റെ കുട്ടിയുടെ കാര്യം പറയിപ്പിക്കാമെന്നായിരുന്നു. പെട്ടെന്ന് അജയ് തന്റെ സംഭാഷണത്തിന് തുടക്കമിട്ടു. അല്ലടോ, തന്റെ സിസ്റ്ററിനെ കണ്ട ഒരു 5-6 വയസ്സ് തോന്നിക്കൊള്ളല്ലോ. ബട്ട് താനാണെങ്കിൽ ഒരു 10-20 വയസ്സും. ഇതെങ്ങനെ? താൻ കാണാൻ ഗ്ലാമറാണ്. ആഹാ, എന്നെ കുറിച്ച് എല്ലാം അറിയാലോ അജയ്ക്ക്. ഇതുപോലെ അജയുടെ കുറച്ച് കാര്യങ്ങൾ ഞാനും അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അജയ് മാരീഡ് അല്ലേ? ഇത് കേട്ടതും അജയുടെ മുഖം തന്നെ മാറി. അവൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യം കേട്ട പോലെ ഡിസ്റ്റർബ്ഡായി. മായ അവനെ വിടാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. അന്ന് അജയുടെ വൈഫ് 4 മാസം ഗർഭിണിയായിരുന്നില്ലേ? എടോ, ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? അജയ് അല്ലേ അന്ന് എന്നോട് പറഞ്ഞത് താൻ വലിയ ഫേമസ് കാരാട്ട് ഫാമിലിയിലാണെന്ന്. അപ്പൊ പിന്നെ ഇതൊക്കെ ആർക്കാ അറിയാത്തത്? യെസ്, എന്റെ മാരേജ് ഓൾറെഡി കഴിഞ്ഞതാ. അതൊരു ഫോഴ്സ് മാരേജ് ആയിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിൽ ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവളാണെങ്കിൽ എന്റെ ഭാര്യ സങ്കല്പത്തിലെ പെണ്ണേ ആയിരുന്നില്ല. മാത്രമല്ല, അവൾ എന്നെ വഞ്ചിച്ചു. വിവാഹ ദിവസം സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ എങ്ങനെ ഉണ്ടാവും? അത്രേ ഉള്ളൂ. ഓഹോ, അത്രേ ഉള്ളൂ? അത്രമാത്രം? അപ്പൊ അവളുടെ മകനോ? മായയ്ക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ സഹിച്ചു പിടിച്ചു. അവൻ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏത് മോന്റെ കാര്യമാ പറയുന്നത്? ഏത് മോനെന്നോ? തനിക്കറിയില്ലേ? തനിക്കെല്ലാം അറിയാം. മായയുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ അജയ്ക്ക് ആദ്യം ഒരു പേടി തോന്നി. എന്നാലും ഇതൊക്കെ എന്തിനാണ് ഇവൾ അന്വേഷിക്കുന്നതെന്ന സംശയത്തോടെ അവൻ അവളെ ചുഴിഞ്ഞു നോക്കി. അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ മായയ്ക്ക് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ മറന്നല്ലോ എന്നോർത്ത് കുറ്റബോധം തോന്നി. മായ അവളുടെ ദേഷ്യം മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. പെട്ടെന്ന് അവൾ തന്റെ ടോൺ ചേഞ്ച് ചെയ്തു. ശരി, അജയ്ക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഒന്നും പറയണ്ട. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നവരുമായി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എടോ നോക്ക്, ഞാൻ പറയാം. ആ കുട്ടിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഇത് കേട്ടപ്പോൾ തന്നെ മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനി ഈ നാട്ടിൽ നിന്നും തിരികെ പോകുന്നത് തന്റെ മോനെയും കൊണ്ടാവുമെന്ന് മായ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് മായയ്ക്ക് മനസ്സിലായി. ഈ അവസരം മുതലാക്കാമെന്ന് മായ തീരുമാനിച്ചു. ശരി, എങ്കിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് തന്ന ആ നിമിഷം മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും. ഇതും പറഞ്ഞ് മായ പോകുന്നത് നോക്കി നിന്ന അജയുടെ മനസ്സിൽ മറ്റു ചില പ്ലാനുകളായിരുന്നു. എന്തിനായിരിക്കും ഒരു കുട്ടിയുടെ കാര്യം ചോദിച്ച് ഇവൾ ഇത്രയും ബഹളം വെച്ചത്? ഇവളെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? അടുത്ത ദിവസം രാവിലെ തന്നെ മായയുടെ സഹോദരി മൃദുല ആരുടെയോ കാറിനെ ഫോളോ ചെയ്തു പോവുകയാണ്. അത് മറ്റാരുമല്ല, അവളുടെ ഭാവി വരൻ അജയ് മേനോനാണ്. ഇപ്പോൾ മൃദുല അജയുടെ കാറിനെ ഫോളോ ചെയ്യുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. അജയ് കുറച്ചു ദിവസങ്ങളായി മൃദുലയുടെ കോളും മെസ്സേജും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാം ഇഗ്നോർ ചെയ്യുകയാണ്. അതുകൊണ്ട് അജയുടെ കാര്യത്തിൽ മൃദുലയ്ക്ക് ചില സംശയങ്ങൾ തോന്നി. അജയുടെ കാർ ഒരു ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തു. അജയ് വണ്ടിയിൽ നിന്നും ഇറങ്ങി നേരെ ഒരു ഹോട്ടൽ സ്റ്റാഫുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മൃദുല അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് അജയ് പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു. വൈകുന്നേരം 6 മണിയാവുമ്പോൾ എന്റെ ഗസ്റ്റ് വരും. പക്ഷേ ഒന്നോട്ടോ, ഒരു കാര്യത്തിൽ ഒരു കുറവുണ്ടാവാൻ പാടില്ല. എല്ലാം ഭംഗിയായി നടക്കണം. കാശ് എത്ര വേണമെങ്കിലും ചോദിച്ചാൽ മതി, തരാം. ഞാനൊരു ഗിത്താറും വായിച്ചു വരുമ്പോൾ എന്റെ മേൽ മാത്രമായിരിക്കണം സ്പോട്ട് ലൈറ്റ്.
പാർട്ടി അടിപൊളിയായിരിക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ട് മൃദുല മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ഹോട്ടൽ സ്റ്റാഫ് വന്ന് മൃദുലയുടെ കാര്യം അന്വേഷിച്ചപ്പോഴും അവൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നു. എങ്കിലും അവളുടെ രണ്ട് ചെവിയും അജയ് പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള വ്യഗ്രതയിലാണ്. പിന്നെ ഒരു കാര്യം കൂടി, ദാ ഈ ഫോട്ടോയിൽ കാണുന്ന മേഡം നിങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. പേര് ഡോക്ടർ മയൂരി. റൂം നമ്പർ കണ്ടുപിടിച്ച് ഈ കവർ ആ മേഡത്തിന്റെ മുറിയിൽ എത്തിക്കണം. ഹോട്ടൽ സ്റ്റാഫിനും നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം അജയ് ഹോട്ടലിൽ നിന്നും ഇറങ്ങി. കാറിൽ കയറി ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് മറ്റൊരു കാര്യം ഓർത്തത്. അജയ് ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. തന്റെ ഫ്രണ്ട്സിനെ പാർട്ടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത്. ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ച ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ അറിയാതെ മൃദുലയ്ക്കും പെട്ടുപോയി. മായയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് അവന്റെ പ്ലാൻ തന്നെ. എന്നാൽ മൃദുലയ്ക്കും ആ മെസ്സേജ് പോയെന്ന് അവൻ അറിഞ്ഞില്ല. ഇതേ സമയം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന മൃദുല പെട്ടെന്ന് അജയുടെ മെസ്സേജ് കണ്ട് നോക്കി. Tonight at 7 at Sapphire Cafeteria. Be there. അപ്പൊ ഈ സർപ്രൈസ് എനിക്കുള്ളതായിരുന്നോ? പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നി. എന്തുകൊണ്ട് മായയെ കൂടി ക്ഷണിച്ചൂടാ? അജയ് തന്നെ പ്രപ്പോസ് ചെയ്യുന്നത് അവളും കണ്ണു നിറയെ കാണട്ടെ. പക്ഷേ അവൾ ഈ പാർട്ടിക്കൊന്നും വരുന്ന ടൈപ്പല്ല. പിന്നെ എന്ത് ചെയ്യും? മൃദുല ആലോചിച്ചു. യെസ്, നിന്നെ വരുത്താനുള്ള തുറുപ്പ് ചീട്ട് എന്റെ കയ്യിലുണ്ട് മോളെ. അവൾ ഉടനെ തന്നെ മായയെ വിളിച്ചു. നീ എന്താ വിചാരിച്ചത്? അജയ് എന്നെ കെട്ടില്ലെന്നോ? എന്നാ നീ ഇന്ന് വൈകുന്നേരം ഹോട്ടൽ സഫയറിന്റെ കഫറ്റീരിയയിൽ വന്നാ അവിടെ വെച്ച് അജയ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് കാണാം. അത് മാത്രമല്ല, നിന്റെ മോൻ എവിടെയാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ വാ, ഞാൻ പറഞ്ഞുതരാം.